കപ്പ ഉണ്ടെങ്കിൽ ഒരു തവണയെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അതിന് വേണ്ടി നമ്മൾ ഒരു കപ്പ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് കഴുകി തോലെല്ലാം പൊളിച്ചെടുക്കാം. തോല് കളഞ്ഞെടുത്ത് നമുക്കതൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അത്യാവശ്യം നന്നായി വെന്ത് വരുന്ന കപ്പയാണ് നമുക്കിതിന് ആവശ്യം. ഇപ്പോൾ നമ്മുടെ കപ്പ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നല്ലപോലെ വേവുന്ന കപ്പയാണിത്. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതൊന്നും നമുക്ക് വാർത്ത് വയ്ക്കണം. ഇനി നമുക്ക് കപ്പ നല്ലപോലെ ഒന്ന് ഉടച്ച് കൊടുക്കണം. ചൂടോടെയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഉടയ്ക്കാനായിട്ട് പറ്റും. ഇപ്പോൾ നമ്മൾ നന്നായി ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. തണുത്ത ശേഷം കയ്യിൽ കുറച്ച് ഓയിൽ പുരട്ടി കൊടുത്ത ശേഷം നമുക്കിതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് ബോൾസാക്കി ഒന്ന് പരത്തിയെടുക്കാം. സൈഡെല്ലാം നമുക്കിതുപോലെ ഷേപ്പ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇനി ബാക്കി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നന്നായിട്ട് ഷേപ്പ് ചെയ്തെടുക്കാവുന്നതാണ്. അതിന് വേണ്ടി നമുക്ക് ആദ്യം ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഇച്ചിരി ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒന്ന് രണ്ട് സൈഡും ചെറിയൊരു ഫ്ലെയിമിൽ വെച്ച് രണ്ട് സൈഡും ഒന്ന് മുരിച്ചെടുക്കണം. നല്ല മുരിഞ്ഞു വരും. അടിപൊളി ടേസ്റ്റാണ്. ആ ബട്ടറിൻ്റെ മണം നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ചട്ടകം വെച്ചുകൊണ്ട് തന്നെ നമുക്ക് സൈഡെല്ലാം നല്ല ഷേപ്പാക്കി എടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ രണ്ട് സൈഡും അത്യാവശ്യം ഒരു ലൈറ്റ് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് കൂടെ നമുക്കിതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഇനി അതിലേക്ക് വേണ്ട ഫില്ലിങ് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടി കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഉപ്പ്, കുരുമുളക് പൊടി, സോയ സോസ് കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്കതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. അതിന് വേണ്ടി കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. വളരെ കുറച്ച് ഓയിലാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല അത്യാവശ്യം ഒരു ബ്രൗൺ കളർ ആവുന്നവരെ നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു വേറൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്കതിന് വേണ്ടി ഒരു സോസ് റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടി നമുക്ക് 1 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. അതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് കുറച്ച് വിനാഗിരിയോ നാരങ്ങ നീരോ ചേർത്ത് അതൊന്ന് പിരിച്ചെടുത്ത ശേഷം നമുക്കതൊന്ന് അരിച്ചെടുക്കണം. ഇനി നമുക്ക് തണുത്ത വെള്ളം കൊണ്ട് കുറച്ച് കഴുകി നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. നന്നായി അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു 2-3 വെളുത്തുള്ളി, ചെറുതാണെങ്കിൽ 3 ചേർക്കാം, വലുതാണെങ്കിൽ 2 ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ബട്ടർ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി എരിവ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മുളക് പൊടി, കുറച്ച് പഞ്ചസാര, കുറച്ച് പാൽ കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ സോസ് റെഡി ആയിട്ടുണ്ട്. മയണൈസ് ആണെങ്കിലും കുഴപ്പമില്ല. ഇനി നമുക്കത് ചിക്കനിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. പെട്ടെന്ന് തന്നെ ഇതെല്ലാം ചെയ്യാനായിട്ട് കിട്ടും. ഇനി നമുക്കതിൻ്റെ ഉള്ളിൽ ഫില്ലിങ്സ് വയ്ക്കാം. ഫില്ലിങ്സ് വയ്ക്കുന്ന വീഡിയോ ഞാൻ എടുക്കാൻ വിട്ടുപോയതാണ്. ഫില്ലിങ്സ് വെച്ച് നമുക്കത് സെർവ് ചെയ്യാവുന്നതാണ്. അടിപൊളി ടേസ്റ്റാണ്. ബീഫ് വെച്ചാണെങ്കിൽ നമുക്കിതുപോലെ ട്രൈ ചെയ്യാവുന്നതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. താങ്ക് യു.